വാർത്തകൾക്കും വിശേഷങ്ങൾക്കും മലയാളി ഓൺലൈൻ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ വാർത്തകളും മുടങ്ങാതെ ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങി 50 കോടി ക്ലബിലിടം നേടിയ ചിത്രമാണ് ഒപ്പം. 2016 മോഹൻലാലിൻ്റെ ആദ്യ മലയാള ചിത്രമായിരുന്നു ഒപ്പം. ക്രൈം ത്രില്ലർ വിഭാഗത്തിലുള്ള ചിത്രത്തിൽ മുഴുനീള അന്ധൻ കഥാപാത്രത്തെയാണ് മോഹൻലാൽ അവതരിപ്പിച്ചത്. ഏതൊരു ക്രൈം ത്രില്ലർ ചിത്രങ്ങളുടെയും കഥാഗതിയെ നിയന്ത്രിക്കുന്നത് ട്വിസ്റ്റുകളാണ്. ചില ട്വിസ്റ്റുകൾ ആളുകളെ കബളിപ്പിക്കാനുള്ളതുമാകും. ഒപ്പത്തിലും അത്തരത്തിൽ ചില നിർണായക ട്വിസ്റ്റുകളും വെളിപ്പെടുത്തലുകളുമുണ്ട്. എന്നാൽ സംവിധാനത്തിൽ വന്ന പാളിച്ച മൂലം അത് വലിയ അബദ്ധമായി മാറി. കഥയുടെ ഒന്നാം പാതിയുടെ അവസാനം ഇടവേളയ്ക്ക് മുമ്പായി വില്ലനെക്കുറിച്ച് മോഹൻലാലിൻ്റെ അന്ധകഥാപാത്രം ജയരാമൻ നടത്തുന്ന വെളിപ്പെടുത്തലാണ് അശ്രദ്ധ കൊണ്ട് വലിയ അബദ്ധമായി മാറിയത്. എന്നാൽ പിന്നീടുള്ള കഥാഗതിയിൽ ഇതൊരു വലിയ തുമ്പായി മാറാത്തതുകൊണ്ട് ആ അബദ്ധമാരും ശ്രദ്ധിച്ചില്ല. പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വില്ലനായ വാസുവിനെക്കുറിച്ച് സൂചന നൽകുന്ന ആ വെളിപ്പെടുത്തൽ ജയരാമൻ നടത്തുന്നത്. വില്ലനൊരു ഇടംകൈയനാണ് എന്നായിരുന്നു ജയരാമൻ്റെ കണ്ടെത്തൽ. വില്ലനുമായി രാത്രിയിൽ നടത്തിയ മൽപ്പിടുത്തത്തിനിടെ ജയരാമൻ മനസ്സിലാക്കിയതാണ് ആ കാര്യം. എങ്ങനെയാണ് താനത് മനസ്സിലാക്കിയതെന്നും ജയരാമൻ അവിടെ വിവരിക്കുന്നുണ്ട്. വാസു തൻ്റെ വലം കൈയിലാണ് വാച്ച് കെട്ടിയിരിക്കുന്നത് എന്നതാണ് കാരണം. വലം കൈ വശമുള്ളവർ ഇടം കൈയിലാണ് വാച്ച് കെട്ടാറുള്ളത്. ഇവിടെ വാസു വാച്ച് കെട്ടിയിരിക്കുന്നത് വലം കൈയിലും. വാസുവിനെക്കുറിച്ച് ജയരാമൻ പോലീസിന് മുന്നിൽ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ വാസു ഉണ്ട്. ജയരാമൻ്റെ കണ്ടെത്തൽ ശരിവയ്ക്കും വിധം അയാൾ തൻ്റെ വലം കൈയിൽ നിന്നും വാച്ച് അഴിച്ച് ഇടം കൈയിൽ കെട്ടുന്നുമുണ്ട്. പിന്നീട് അങ്ങോട്ടാണ് അബദ്ധങ്ങൾ ആരംഭിക്കുന്നത്. ജയരാമൻ ഇപ്രകാരം ഒരു വെളിപ്പെടുത്തൽ നടത്തുകയും അത് ശരിവയ്ക്കുമെന്ന വിധത്തിൽ വാസു പെരുമാറുകയും ചെയ്തതിന് ശേഷം പിന്നീട് വാസു ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഈ കണ്ടെത്തലിനെ ഖണ്ഡിക്കുന്നതാണ്. വാസു ഇടം കൈയിലാണ് എന്ന വെളിപ്പെടുത്തലിന് ശേഷം വാസു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഒരു വലം കൈയ്യൻ്റേതാണ്. ലിഫ്റ്റിൽ വെച്ച് വാസു ജയരാമനെ കുത്താൻ നോക്കുന്നതും ബാബുവിനെ വെട്ടുന്നതും വലം കൈ കൊണ്ടാണ്. ഒരു ഇടം കൈയ്യൻ ഇത്തരം കാര്യങ്ങൾക്ക് വലം കൈ ഉപയോഗിക്കില്ലെന്നാണ് യാഥാർത്ഥ്യം. ഒന്നോ രണ്ടോ സ്ഥലത്തല്ല, കഥാന്ത്യത്തോളം ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. വടിയെടുത്തെറിയുന്നതും തോക്കുകൊണ്ട് ഷൂട്ട് ചെയ്യുന്നതും വലം കൈ കൊണ്ടാണ്. ക്ലൈമാക്സിൽ മീനാക്ഷിയെ മഴുകൊണ്ട് വെട്ടാനാവുന്നതും വലം കൈ കൊണ്ടാണ്. നായകൻ്റെ വലിയൊരു നിരീക്ഷണത്തെ അശ്രദ്ധ കൊണ്ട് ഒന്നുമല്ലാതാക്കി തീർക്കുകയായിരുന്നു സംവിധായകൻ. തിരക്കഥയിൽ രേഖപ്പെടുത്തിയ ഡയലോഗിനെ ആ സീനിൽ മാത്രം കൃത്യമായി ഉപയോഗപ്പെടുത്തിയപ്പോൾ മറ്റ് രംഗങ്ങളിലെല്ലാം തികഞ്ഞ അലംഭാവത്തോടെ കൈകാര്യം ചെയ്യുകയായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായവും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ചെയ്യൂ.